തിരുവനന്തപുരത്തെ ചിലമ്പിൽ കൂറ്റൻ ഇലവുമരം വീണ് വീട് തകർന്നു. വീട്ടമ്മ ഓമനയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. മകനും 5 വയസ്സുള്ള കൊച്ചുമകനും വീട്ടിൽ ഉണ്ടായിരുന്നു. വൻ അപകടം ഒഴിവായത് തരനാരിഴയ്ക്കാണ്. ഇന്ദുലേഖ വിവരങ്ങളുമായുണ്ട്. ഇന്ദു, ഇത് അവരുടെ പരിക്ക് എങ്ങനെയാണ്? കുട്ടിക്ക് പരിക്കുണ്ടോ? വീട്ടു പരിസരത്ത് നിന്ന മരമാണോ അതോ പൊതുസ്ഥലത്ത് നിന്ന മരമാണോ? അപകടകരമായ സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു? രതീഷ്, ചിറയൻകീഴ് അഴൂർ പഞ്ചായത്തിലെ ചിലമ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. ഭാഗ്യത്തിന് ഓമന എന്ന് പറയുന്ന സ്ത്രീയുടെ തലക്കേറ്റ പരിക്ക് ഗുരുതരമല്ല. പുലർച്ചെ 1 മണിയോട് കൂടി ഈ മരം കടപുഴകി വീഴുകയായിരുന്നു. മാത്രമല്ല, റോഡിന് കുറുകെയുള്ള ഒരു വൈദ്യുതി കമ്പിക്ക് മുകളിലേക്കാണ് ഇത് ആദ്യം വീഴുന്നത്. ശേഷം വീടിന് മുകളിലേക്കും വീണു. വീട് പൂർണ്ണമായും തന്നെ തകർന്നു എന്ന് പറയാം. പച്ചക്കട്ട നിർമ്മിച്ച് ഉപയോഗിച്ച വീടായിരുന്നു. അതിനുശേഷം ഷീറ്റ് മേഞ്ഞ ഒരു വീട് കൂടിയായിരുന്നു അത്. പച്ചക്കട്ട നമുക്കറിയാം വലിയ ബലമില്ലാത്ത വീടാണ്. അതുകൊണ്ട് തന്നെ വീട് പൂർണ്ണമായും തകർന്നു. ആ സമയത്ത് ഓമനയും അതുപോലെ തന്നെ ഓമനയുടെ മകനും അതുപോലെ തന്നെ 5 വയസ്സുള്ള കൊച്ചുമകനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് മകൻ പെട്ടെന്ന് തന്നെ ഓടി പുറത്തേക്ക് ഇറങ്ങി ഈ കട്ടക്കിടയിൽ കുടുങ്ങിപ്പോയ ഓമനയെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. തലയ്ക്ക് മാത്രമാണ് പരിക്കുള്ളത്. കൊച്ചുമകന് യാതൊരു വിധത്തിലുള്ള പരിക്കുകളുമില്ല. ശേഷം ആറ്റിങ്ങൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തി അതിനുശേഷം മരം മുറിച്ചു മാറ്റുകയായിരുന്നു. ശരി, ഇന്ദുലേഖ രേണുവാണ് വിവരങ്ങൾ നൽകിയത്. അപകടത്തിന്റെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയത്.